ആകാശസീമകളെ ചാടി ഒതുക്കുന്ന ദൈവം, കുന്നുകളെയും മലകളെയും തുലാസിൽ തൂക്കുന്ന ദൈവം, പർവ്വതങ്ങളെ വെള്ളിക്കോലിൽ അളക്കുന്ന ദൈവം. ദൈവത്തെക്കുറിച്ച് നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ ബോധ്യങ്ങൾക്കും നമ്മുടെ ബുദ്ധിക്കും ഒക്കെ അതീതമാണ് ദൈവം എന്ന് കാഴ്ചപ്പാട്. അതുകൊണ്ട് നമുക്ക് ഈ സർവവുമായ ദൈവത്തെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കുവാൻ പറ്റില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ നിന്നുള്ള സ്നേഹത്തിലൂടെ ആ ദൈവത്തെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. പിതാവായ ദൈവം സൃഷ്ടികർമ്മം പൂർത്തീകരിക്കുന്നു എന്ന്, പുത്രൻ തമ്പുരാൻ രക്ഷാകര പദ്ധതി പൂർത്തീകരിച്ചു എന്ന്, പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മാത്രമേ നമുക്ക് പറഞ്ഞ് നമ്മുടെ മനസ്സുകൾക്ക് ദൈവത്തെ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പരമായ ഈ സത്യത്തെ ഉൾക്കൊള്ളുവാൻ നമ്മുടെ കണ്ണുകൾക്കും നമ്മുടെ ജീവിതത്തിന് വഴിയില്ല. പക്ഷേ ഈ സത്യത്തെ നമുക്ക് അനുഭവിച്ചത് നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട്, നമ്മുടെ സമൂഹത്തിൽ കുടികൊള്ളുന്ന ദൈവത്തെ തീർച്ചയായിട്ടും നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് ലോകമെമ്പാടും ഫാദേഴ്സ് ഡേ ആഘോഷിക്കുന്ന ദിവസം കൂടി. 1910 കാലഘട്ടത്തിൽ അമേരിക്കയിലാണ് ഫാദേഴ്സ് ഡേക്ക് തുടക്കമായി. അവിടെ ഡോള എന്ന് പറയുന്ന ഒരു പെൺകുട്ടി തൻ്റെ അമ്മയുടെ മരണശേഷം തന്നെയും 5ലധികം വരുന്ന സഹോദരങ്ങളെയും വളർത്തിയ വില്യം എന്ന പിതാവ് അദ്ദേഹം അനുഭവിച്ച ത്യാഗത്തെ പ്രതി ഫാദേഴ്സ് ഡേ ആഘോഷിക്കണമെന്നുള്ള ആഗ്രഹിച്ചു. കാരണം അപ്പൻ തങ്ങൾക്ക് വേണ്ടി ചെയ്ത ആ ത്യാഗത്തെ ഓർത്തു. അതുകൊണ്ട് 1910 ജൂൺ മാസം 19-ാം തീയതി അമേരിക്കയിൽ അവൾ ആദ്യമായിട്ട് ഫാദേഴ്സ് ഡേ തുടക്കം കുറിച്ചു. അവളുടെ നിർബന്ധത്തെ പ്രതി അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന റിച്ചാർഡ് നിക്കോളസ് അദ്ദേഹം അമേരിക്കയിലുടനീളം ഫാദേഴ്സ് ഡേ ആഘോഷിക്കുവാനായിട്ട് അദ്ദേഹം തൻ്റെ ജനത്തോട് ആഹ്വാനിച്ചു. 1972 ഐക്യരാഷ്ട്രസഭ വർഷത്തിലെ ജൂൺ മാസം 3-ാമത്തെ ഞായറാഴ്ച ഫാദേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നു. അതിനാൽ ഇന്ന് നമ്മുടെ തൃത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ അപ്പനെ നമുക്ക് നോക്കാം. ആരാണ് അപ്പൻ എന്ന് ചോദിച്ചാൽ വായിച്ചു തീരാത്ത ഒരു പാഠപുസ്തകമാണ് അപ്പൻ. ഒരിക്കലും വായിച്ചു തീരാൻ പറ്റാത്ത ഒരു പാഠപുസ്തകം. നമുക്ക് വേണ്ടി ഒരു കാളയെ പോലെ ഭാരം വലിച്ച്, നമുക്ക് വേണ്ടി ഒരു കഴുതയെ പോലെ ഭാരം സുമന്ന് എനിക്കും നിനക്കും വേണ്ടി ജീവിക്കുന്ന ഒരു ജന്മമാണ് അപ്പൻ. തൻ്റെ സുഖങ്ങളെയും തൻ്റെ സന്തോഷങ്ങളെയും മാറ്റിവെച്ച് കുടുംബത്തിന് വേണ്ടി ത്യാഗത്തോടെ അധ്വാനിക്കുന്ന ജന്മത്തിൻ്റെ പേരാണ് അപ്പൻ. അപ്പനെന്നാൽ മഴയത്ത് വല്ലപ്പോഴുമൊക്കെ വീഴുന്ന ആലിപ്പഴം പോലെ. തീർച്ചയായിട്ടും നമ്മളൊക്കെ ഇങ്ങനെ പറയാറില്ലേ, കാർക്കശ്യക്കാരും
ഇന്നും നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന, തനിക്ക് വേണ്ടി എല്ലാം മാറ്റിവെച്ച് കുടുംബത്തിന് വേണ്ടി ദൈവം ഏൽപ്പിക്കപ്പെട്ട ആ കുടുംബത്തെ വളർത്തി വലുതാക്കി അതിനെ സംരക്ഷിക്കുവാൻ ഏറ്റെടുത്ത ത്യാഗമാണ് അപ്പനുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ അപ്പന് വേണ്ടി, കുടുംബത്തിലെ അപ്പന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ തിരുനാൾ ദിവസം തന്നെ നമ്മുടെ അപ്പനെ കുറിച്ച് നമുക്ക് ലഭിച്ച ഈ സുദിനത്തെ ദൈവത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നമ്മുടെ അപ്പനെ നമുക്ക് നോക്കാം. ജീവിച്ചിരിക്കുകയാണ്, മരിച്ചുപോയി, നമുക്ക് വേണ്ടി കഷ്ടപ്പാടുകൾ അനുഭവിച്ച്, നമുക്ക് വേണ്ടി മറ്റുള്ള മുമ്പിൽ കുനിഞ്ഞു പോയി, എനിക്ക് നിനക്ക് വേണ്ടി സ്വയം കരഞ്ഞ്, സ്വയം അധ്വാനിച്ച്, സ്വയം നമ്പരപ്പെട്ട് കുടുംബത്തിൻ്റെ